എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പയർവർഗ വിളവ്യാപന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം വാരപ്പെട്ടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പയർവർഗ വിളവ്യാപന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് വളരെ വിജയകരമായി കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി പോഷക സമൃദ്ധി പയർവർഗ കൃഷി വ്യാപനത്തിന് വേണ്ടി 22 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് 160 ഹെക്ടർ സ്ഥലത്ത് പയറും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപിപ്പിക്കാനുള്ളൊരു വലിയ പരിശ്രമമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ കോതമംഗലം ബ്ലോക്കിൽ തന്നെ 42 ഹെക്ടർ സ്ഥലത്തോളം നമ്മൾ കൃഷി ഇറക്കിയാണ്. പയർവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ. മറ്റെല്ലാ മേഖലയിലും നമ്മൾ ഇടപെടുന്നത് പോലെ തന്നെ കൃഷിയുടെ വിവിധങ്ങളായിട്ടുള്ള ഉൽപാദന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ട് കർഷകരെ നേരിട്ട് സഹായിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. വാരപ്പെട്ടി കണ്ടോത്തുപടിയിലുള്ള എൽദോസ് മഞ്ചേപ്പിള്ളിൽ എന്ന കർഷകന്റെ പാടത്താണ് വിത്ത് വിതച്ച് ഉദ്ഘാടനം നടന്നത്. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 160 ഹെക്ടർ സ്ഥലത്ത് മൂന്നാം വിളയായി പയർവർഗ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പയർ, ഉഴുന്ന് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യമായ വിത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനുകൾ വഴി ലഭ്യമാക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, വാരപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം.എസ്. ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസമോൾ ഇസ്മായിൽ, മെമ്പർമാരായ കെ. ഹുസൈൻ, ഷജി ബസി, എറണാകുളം ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ്, ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു വി.പി., അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിമോൾ തോമസ്, മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.